വിശുദ്ധിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിനേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നല്ല ദിനത്തിൽ നമുക്ക് കൃപയുടെ വലിയൊരു അഭിഷേകം നമ്മിലേക്ക് ഇറങ്ങാനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലേക്ക് നാം ഇറങ്ങണമേ, എല്ലാ ഹൃദയങ്ങളിലേക്കും പ്രവർത്തിക്കണമേ. വേദനിക്കുന്ന മക്കളിലേക്ക്, ദുരിതം അനുഭവിക്കുന്ന മക്കളിലേക്ക്, വലിയ പ്രതിസന്ധി കഴിയുന്ന വ്യക്തികളിലേക്ക്, ഓരോ മകന്റെ മേലും മകളുടെ മേലും പുത്തൻ അഭിഷേകമായിട്ട് സംഭവിക്കട്ടെ. യേശുവേ നന്ദി, കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി പറയുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടുന്ന ഈ വചനം നമുക്ക് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള വചനം. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാകുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം വായിക്കുമ്പോൾ ബൈബിളിലെ മറ്റു പല വചനങ്ങൾ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിലവിളി കേൾക്കുന്ന ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവിടുത്തെ സന്നിധിയിൽ ആരെല്ലാം മനസ്സ് തുറന്ന് കണ്ണുനീരോടെ വിളിക്കുന്നു, ആ ജീവിതങ്ങളിലേക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുന്ന ധാരാളം അനുഭവം. ഓരോ വ്യക്തിയിലേക്കും കർത്താവിൻ്റെ ആത്മ ഒഴുകപ്പെടും. ധൈര്യമായിട്ട് വിശ്വസിച്ചുകൊള്ളുക. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ കൃപ കിട്ടും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കഴിയും. ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ കണ്ണുനീർത്തുള്ളിക്കും 100% പ്രതിഫലം, ഉത്തരം നമുക്ക് കിട്ടുമെന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ നാളുകളിൽ എനിക്കുണ്ട ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരു ദിവസം ധ്യാനം നടക്കുക. ധ്യാനത്തിൻ്റെ ആരംഭ ദിവസമാണ്. ഒത്തിരിയേറെ ആളുകളോട് ധ്യാനിക്കാനായിട്ട് വരിക. അപ്പോഴാണ് ഒരു കുടുംബം ഇവിടേക്ക് വരിക. ഒരു 8-10 പേരുണ്ട് ഒരുമിച്ച്, ഒരു വലിയ കുടുംബം വരിക. ആ കുടുംബത്തിലെ ഒരു സഹോദരൻ്റെ രോഗാവസ്ഥ പങ്കുവെച്ച് ആ മേഖല വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരിക. ശരിക്കും ഒരു ധ്യാനം കൂടാൻ വന്നതല്ല, ദൂരങ്ങളിൽ നിന്ന് വന്നു, വിദേശത്ത് നിന്നാണ് വന്നത്. ശരിക്കും അവർ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പറയാം, അച്ചോ, ഞങ്ങളുടെ ഈ സഹോദരന് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ഈ ആൾക്ക് ക്യാൻസർ ആരംഭിച്ചിരിക്കുന്നു, വളരെ സീരിയസ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം വലിയ വലിയ വേദനയോടെ പറയാം. അപ്പോൾ ഈ മകൻ്റെ ഓരോ സഹോദരങ്ങളും അവരുടെ ബന്ധുക്കൾ, അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ മാറ്റി അച്ഛാ, ഈ മനുഷ്യന് കൈവിട്ടു പോകുന്ന പേടിയാ, ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസാണ്. എല്ലാവരും കരയുക. അപ്പോൾ ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് എൻ്റെ മുറിയിൽ നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രേരണ എനിക്ക് കിട്ടുക. ഭയപ്പെടണ്ട, പറഞ്ഞേരെ അവരോട് ഭയപ്പെടണ്ട. ഈ കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയാണ്. ശരിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കണ്ണുനീരൊരുക്കിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഇതിന് ഉത്തരം തരും. നമ്മൾ സാധിക്കുമെങ്കിൽ ഈ സഹോദരനോട് ഇന്നു മുതലുള്ള ധ്യാനത്തിന് കയറാൻ പറയും. അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല, സാധനങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 5 ദിവസം താമസിക്കാനുള്ള യാതൊരു സജ്ജീകരണമില്ല അദ്ദേഹം. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, അത്യാവശ്യമുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആരെങ്കിലും വഴി വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുപ്പിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ധ്യാനം. അവർ പറഞ്ഞു, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്, അവർ കരയുക ദൈവസന്നിധിക്ക്. അവർക്ക് എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ബോധ്യം, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ദൈവം ജീവിക്കുന്ന ദൈവം, യേശുമിശിഹാ ജീവിക്കുന്ന ദൈവം. അവർ വിശ്വാസത്തിലൂടെ അറിയുക. നല്ല വിദ്യാസമ്പന്നനായ കുടുംബമാണ്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വലിയൊരു വിശ്വാസം. ഈ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഇതിന് ഉത്തരം കിട്ടുമെന്ന്. അങ്ങനെ ഇവർ 4 ദിവസത്തെ ധ്യാനം, ഇവിടെ 5 ദിവസത്തെ ധ്യാനത്തിൽ ഫുൾ ടൈം അവർ കൂടുക. ശരിക്കും ഇവർ ഈ പറയുന്ന രോഗിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ കണ്ണുനീരോട് കൂടുക. ധ്യാനാവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നുണ്ട്, 2 പേരും വാവിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. പരിശുദ്ധ ആരാധനയുടെ സമയങ്ങളിൽ, സ്തുതിപ്പിൻ്റെ സമയത്തൊക്കെ വാവിട്ട് കരയുന്ന കാണാൻ പറ്റും.
ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുക, ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. വിശ്വാസമുള്ളവന് അഭിഷേകം ഉറപ്പാ. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈ കൃപ കിട്ടാത്തത്. ഉള്ളില് കഠിന ഹൃദയം, ബുദ്ധിയിൽ അന്ധകാരം. ഇത് കയറുമ്പോൾ നമ്മൾ ഒരുപാട് ലോജിക്കലാവും. ആവശ്യമില്ലാത്ത ലോജിക്കുകൾ, ആവശ്യമില്ലാത്ത യുക്തികൾ തലയോട്ട് കയറും. അപ്പോഴെന്ത് പറ്റും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. ദൈവസന്നിധി നമ്മൾ അകന്നു പോകുന്ന കാണാൻ പറ്റും. എഫെസൂസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വചനമുണ്ട്. വിശ്വാസം വഴി കൃപയാല നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നേടിയെടുത്തല്ല, ദൈവത്തിൻ്റെ ദാനമാ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ന്റെ 1, 2, 3 വചനം. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് വേണ്ടത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം അത് ഹൃദയത്തിലങ്ങ് നിറയ്ക്കണം. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ന്റെ 7 മുതൽ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വിശ്വാസം വേണം. ആ കുടുംബം ശരിക്കും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ധ്യാനം കഴിഞ്ഞ ശേഷം അവരറിയുകയാണ്, അത്ഭുതകരമായ അറിയുക. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, ബാക്കി ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവർ പറയും മിറക്കിൾ ചെയ്യും, ഭയങ്കര മിറക്കിൾ. ആള് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു ഒരു 7 ദിവസത്തേക്കുള്ള ഗുളി ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതെന്ത് സംഭവം നടന്നിരിക്കുന്നു, സംഭവം ഇതിനിടയ്ക്ക് നടന്ന ഒറ്റ സംഭവമുള്ളൂ. അവർ 5 ദിവസം ഇരുന്ന് ശരിക്കും ധ്യാനത്തിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. നിലവിളി കേൾക്കുന്ന ദൈവം. ആരെല്ലാം എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിക്ക് ഉറപ്പാണ് ദൈവാനുഭവം. പല ആളുകളും ദൈവം ഉണ്ടോ എന്ന് വല്ല ചോദിച്ചുകൊണ്ട് നടക്കുക. വിശ്വാസം നഷ്ടപ്പെട്ടു. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളാണ്. ഓൾവേസ് ക്വസ്റ്റ്യനിങ്. ദൈവത്തിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതാണല്ലോ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം പറയുന്നുണ്ട്, പിതാവേ നീ ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനോർത്ത് ഞാൻ തന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അതായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. ശിശുക്കളുടെ പ്രത്യേകത എന്താ? അവർ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് എളിമയോടെ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുക. അതുങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്ന കാണാൻ പറ്റും. അതുപോലെ പ്രിയപ്പെട്ടവർ, ഇവിടെ തിരുവചനത്തിൽ നാം ധ്യാനിച്ച് ഹെസ്കേയ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവ്, നല്ല രാജാവാ, വിശുദ്ധനായ മനുഷ്യൻ, ദൈവകൽപ്പനകളനുസരിച്ച് ജനത്തെ നയിച്ച മനുഷ്യൻ. മോശയിലൂടെ ദൈവം കൊടുത്ത പ്രമാണങ്ങളിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന മനുഷ്യൻ, വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള മനുഷ്യൻ, ദൈവഭയമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ രോഗിയായിട്ട് കിടക്കിൽ കഴിയുന്ന സമയത്ത് അവിടേക്ക് യെശയ്യാ പ്രവാചകനെ ദൈവം അയക്കുന്നത്. അദ്ദേഹം ചെന്നിട്ട് പറയുക, ഹെസ്കേയ, നീ നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, നീ തീർച്ചയായിട്ടും മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. കാരണം അത്ര ഭയങ്കരമായ രോഗമാണ് വന്നിരിക്കുന്നത്, അവിടെ നീ ഉറപ്പായിട്ടും മരിക്കുമെന്ന് പറയുമ്പോൾ ഹെസ്കേയക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ആകെ ചെയ്യുന്നൊരു കാര്യം ബൈബിളിൽ കാണുന്നത്, അദ്ദേഹം കിടക്കപ്പായിൽ നിന്ന് ഒരു പ്രകാരത്തിൽ എഴുന്നേറ്റിട്ട് തൻ്റെ കിടക്കയോട് ചേർന്നുള്ള ചുമരിനെ താങ്ങി പിടിച്ചെന്നുകൊണ്ട് ചുമരിനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒറ്റ നിലവിളിയാ. ദൈവത്തെ മനസ്സ് തുറന്ന് വിളിക്കുക, ഹൃദയം തുറന്ന് കരയുക. ആ കരച്ചിൽ കഴിയുമ്പോൾ അത്ഭുതം നമുക്ക് കാണാൻ പറ്റും. കൊട്ടാരം വിട്ടുപോകുന്ന യെശയ്യാ പ്രവാചകൻ വീണ്ടും അരുളപ്പാടുണ്ടാകുക. ദൈവമായ കർത്താവ് പറഞ്ഞുവിടുക, നീ തിരിച്ചല്ല. അവന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കും. അവനോട് പറ 15 വർഷം കൂടെ അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന് പറ. 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കുമെന്ന് പറ. അതേ പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും നല്ല പ്രാർത്ഥനയാ കണ്ണുനീര്. നമ്മുടെ വേദനയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ, തിരസ്കരണങ്ങളുണ്ടാകുമ്പോൾ, പീഡനങ്ങളുണ്ടാകുമ്പോൾ, ആരുമില്ലാതിരിക്കുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് നാം സ്വയം തീരുമാനിച്ചിരിക്കുമ്പോൾ, ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല, ഇതിങ്ങനെയൊക്കെ പോകാൻ പോകുന്നുള്ളൂ, ആരുമില്ല എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാവരും എന്നെ കുറ്റം വിധിച്ചു, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഞാൻ പീഡനം അനുഭവിച്ചു, ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണുനീരൊടുക്കുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരുടെ മുമ്പിലല്ല കരയേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുക. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനുഷ്യർ വേണമെങ്കിൽ കുറേ ആശ്വസിപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകും, വീണ്ടും നമ്മൾ സങ്കടമായിട്ട് പോകുക. കുറേ കാര്യങ്ങൾ പറഞ്ഞ് പങ്കുവെച്ച് എല്ലാം പറയും, വീണ്ടും പ്രശ്നമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സർവശക്തനായവൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കഷ്ടതകളിൽ, ക്ലേശങ്ങളിൽ, ദുരിതത്തിൽ ഇടപെടുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈ സമയത്ത് ദൈവം നൽകുന്ന വലിയ അഭിഷേകത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് മനസ്സ് തുറന്ന് കർത്താവേ എന്ന് വിളിച്ചും പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 120-ന്റെ 1-ാമത്തെ വചനം, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സങ്കീർത്തകൻ പറയാ, എൻ്റെ കഷ്ടതയിൽ
ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. ചില കുടുംബങ്ങളുണ്ട്, ആരോട് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ചില പരാതികളുമായിട്ട് വരും ചില ആൾ. ചില കുടുംബത്തിൽ നിന്ന് വരും, അച്ചോ ആരോട് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. അപ്പനോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഭർത്താവിനോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഭാര്യയോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, മക്കളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, ആർക്കും പിടികിട്ടുന്നില്ല, എൻ്റെ വിഷമം ആരും അറിയുന്നില്ല, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. ഈ പരാതി പറയുന്ന ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. എൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അവരവരുടേതായ കാഴ്ചപ്പാടുകൾ പറഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ നോക്കുക, എൻ്റെ മനസ്സ് വേദനിപ്പിക്കുക. എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല. പക്ഷെ ഇവിടെ സങ്കീർത്തകൻ പറയുക, എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. കർത്താവെ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുക. അതാണ് പ്രിയപ്പെട്ടത് നമുക്കുണ്ടാകേണ്ടത്. വേദനയുടെ നടുവിൽ നാടുകൾ ഓടുകയല്ല ചെയ്യേണ്ടത്. വ്യക്തി ദൈവങ്ങളുടെ പിന്നാലെ പോകരുത്, വ്യക്തി വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ദേവാലയത്തിലേക്ക് പോകണം. നീ മുട്ടുമേ നിൽക്കണം, നീ വാവിട്ട് കരയാൻ പഠിക്കണം. അങ്ങനെ കരയുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റുക. പഴയ നിമിത്തം കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അതായത് സാമൂവേലിൻ്റെ അമ്മ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെന്താണ് ഇവളിങ്ങനെ കരയുന്നത്, വാവിട്ട് കരയുന്നത്? അവൾ വഴക്ക് പറയുന്ന സംഭവമുണ്ട്. അതിനുശേഷം പ്രവാചകൻ്റെ മുമ്പിൽ ഈ സാമൂഹിൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് പ്രായത്രം കഴിഞ്ഞു, എൻ്റെ ഭർത്താവിനും പ്രായമായി, ഇതിന് കുഞ്ഞുങ്ങളില്ല, ഒരുപാട് അപമാനം ഏറ്റു, ഒരുപാട് സങ്കടം ഏറ്റു. എല്ലാവരും പറഞ്ഞു ഇവർക്കെന്തോ ശാപം കിട്ടിയതാ, എന്തോ പ്രശ്നമുള്ളതാ, എല്ലാവരും വാവിട്ട് കരയുക. അവൾ ഞാൻ ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവിടെ ഞാൻ ഈ ദേവാലയത്തിൽ വന്നിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുക, എനിക്ക് മറ്റാരുടെ മുമ്പിൽ കണ്ണുനീർ കൊടുക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഗുരുവേ, എന്നോട് വിഷമം തോന്നരുത്, എന്നെ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഏലി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയാം, സാരമില്ല മോളെ, നീ പൊക്കോ, ദൈവം നിന്നോട് കരുണ കാണിക്കും, അനുകമ്പ കാണിക്കും എന്ന് പറയുമ്പോൾ ആ ദിനങ്ങളിലാണ് അത്ഭുതം നടക്കുന്നത്. സാമൂഹ്യം എന്ന കുഞ്ഞിനെ അവൾക്ക് ലഭിക്കുക, അവൾ ഉദരത്തിൽ ശിശു ജനിക്കുന്നത് കാണാൻ പറ്റും, അത്ഭുതം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. കാരണം ആ കണ്ണുനീരൊടുക്കിയ ദൈവസന്നിധിയില്ല. ഞാൻ കാണാറുണ്ട് ധ്യാന കേന്ദ്രത്തിൽ ചിലപ്പോഴൊക്കെ ഇടസമയങ്ങളിൽ ആളുകൾ വന്നിട്ട് ദേവാലയത്തിൽ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് കരയുന്നത് കാണാൻ പറ്റും. അവരുടെ പ്രശ്നം എന്താ? മറ്റൊരിടത്തും പോയി പറഞ്ഞാൽ മറ്റുള്ളവർ പരിഹസിക്കും. നീ എന്തായി പറയുന്നത്? നിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ അവസ്ഥ, നീ കാരണം ഈ കുടുംബം നശിച്ചത്, നീ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നീ അനുഭവിക്കണം, നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണിത്, നീ നിൻ്റെ മക്കൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഒരുപാട് കുറ്റപ്പെടുത്തലുണ്ടാകുമ്പോൾ അവിടെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തപ്പോൾ ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. ദേവാലയത്തിൽ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് ഒന്ന് വാവിട്ട് കരയും, കുറേ നേരം ഇരുന്ന് കരയുന്ന കാണാം. വേറൊന്നും അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ആകറിയാവുന്നത് ദൈവസന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട്, അൾത്താരയിലോട്ട് നോക്കിക്കൊണ്ട്, ബലിപീഠത്തിലേക്ക് നോക്കിക്കൊണ്ട് വെറുതെ ഇരുന്ന് കരയുന്ന കാണാൻ പറ്റും. അതിനുശേഷം അവർ പറയുന്നത് കാണാൻ പറ്റും, ദൈവം ഇടപെട്ടു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ദൈവം എൻ്റെ സങ്കടത്തിൽ ഇടപെട്ടു, എൻ്റെ തകർച്ചയിൽ ഇടപെട്ടു, എൻ്റെ ദുരിതത്തിൽ ഇടപെട്ടു. അതേ മക്കളെ, ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരൊന്നും പാഴായി പോകുകയില്ല. ദൈവസന്നിധിയിൽ ഒരുവൻ ഒഴുക്കുന്ന കണ്ണുനീർ ഒരിക്കലും പാഴായി പോകില്ല. നേരെ മറിച്ച് മനുഷ്യരുടെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ആ ഒരുക്കുന്ന കണ്ണുനീരൊന്നും ആരും മനസ്സിലാക്കില്ല. നമ്മളെ മനസ്സിലാക്കാൻ ഒരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, നമ്മുടെ ദൈവത്തിന് മാത്രം. അത് ഹൃദയത്തിൽ നമ്മൾ എത്രമാത്രം ആഴത്തിൽ സൂക്ഷിക്കുന്നുവോ അത്രമാത്രം നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ ധ്യാനിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം എഴുതി വെച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ 69-ാം അധ്യായത്തിൽ, അത് 69-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനമുണ്ട്. ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു, കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു, ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു, ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു, കരഞ്ഞ് ഞാൻ തളർന്നു, എൻ്റെ തൊണ്ട വരണ്ടു, ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. ശരിക്കും അവിടെ സങ്കീർത്തകൻ പറയുന്നത് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി എന്ന് പറയുമ്പോഴും അവിടെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു തുള്ളി പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. ഒരിക്കലും ദൈവം പ്രവർത്തിക്കും, ദൈവം വരുമെന്നുള്ള ഉറച്ച വിശ്വാസം ആ ഹൃദയത്തിൽ നിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും കാണാം പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങളാണ്, വലിയ വ്യക്തിപരമായ വലിയ പ്രശ്നങ്ങളാണ്, വലിയ ബന്ധനങ്ങളെന്ന് പറയും, വലിയ അസ്വസ്ഥതകളാണ്. എത്ര ശ്രമിച്ചിട്ട് ആ പ്രശ്നങ്ങൾ മാറുന്നില്ല. ഈ സമയത്ത് ഒരുപാട് വഴികൾ, ബുദ്ധിപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ നീക്കാൻ നോക്കും, അപ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങൾ കൂടുന്ന കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അവിടെ ചെന്നിട്ട് വാവിട്ട് കരയണം, എൻ്റെ ദൈവമേ, എന്നോട് കരുണയായിരിക്കണമേ, എന്നോട് ദയ തോന്നണമേ, എൻ്റെ കണ്ണുനീര് കാണണമേ, എൻ്റെ ദുഃഖങ്ങൾ കാണണമേ, എൻ്റെ പ്രയാസങ്ങൾ കാണണമേ എന്ന് മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. സങ്കീർത്തനം 34-18 ഹൃദയം നുറുങ്ങിയവർക്ക്
കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന്. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ ഹൃദയമൊരുകിക്കൊണ്ട് ഏത് വിഷയം വെച്ചാണോ പ്രാർത്ഥിക്കുന്നത്, ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ സമയത്ത് കർത്താവ് ഈശോയുടെ വചനം പറയുക, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, മാറ്റി നിർത്തില്ല. പക്ഷെ ആ കണ്ണുനീര് മുഴുവൻ ഫലമുണ്ട്. ഇന്ന് ഈ തലമുറയ്ക്ക് പറ്റിയത് നമ്മളെല്ലാം കരയുന്നുണ്ട്. ചിലപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോലും ഞാൻ കാണാറുണ്ട്, ഒരുപാട് പേര് കരയുന്നുണ്ട്. പക്ഷെ എവിടെയാണ് കരയുന്നത്? അവരാരുടെ മുമ്പിലാണ് കരയുന്നത്? തമ്പുരാൻ്റെ മുമ്പിലാണോ? ചില വ്യക്തികളുടെ മുമ്പിലാണോ? ചില അധികാരികളുടെ മുമ്പിലാണോ? അധികാരികൾ മനസ്സലിയാൻ വേണ്ടി അവരുടെ മുമ്പിൽ കരയുന്ന ആളുകൾ, മാതാപിതാക്കൾ മനസ്സലിയാൻ വേണ്ടി അവരുടെ മുമ്പിൽ കരയുന്ന ഒരുപാട് ജീവിതങ്ങൾ, ജീവിത പങ്കാളി മനസ്സലിയാൻ വേണ്ടി ആ മനുഷ്യൻ്റെ മുമ്പിൽ, ആ സഹോദരിയുടെ മുമ്പിൽ കരയുന്ന മക്കൾ, ചിലപ്പോൾ മക്കളുടെ മുമ്പിൽ കരയുന്ന മാതാപിതാക്കൾ, അവരുടെ മനസ്സിന് മാറ്റം വരാൻ വേണ്ടി. ശരിക്കും അവിടെയല്ല നമ്മൾ കരയേണ്ടത് ദൈവസന്നിധിയിലാണ്, തമ്പുരാൻ്റെ സന്നിധിയിലാണ്. നിൻ്റെ അടുത്തുള്ള ദേവാലയത്തിലേക്ക് നീ പോകണം. ഈ വചനം കേട്ടിട്ട് നീ പോകേണ്ടത് നിൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് പോകണം. നീ അവിടെ പോയിട്ട് നീ കരയാൻ പഠിക്കുക, ആ കണ്ണുനീരൊഴുക്കുക, ജീവിതം അതേപടി ദൈവസന്നിധി ഇറക്കി വെക്കുക. എങ്കിൽ നിനക്ക് അതിനുത്തരവുണ്ട്. ചില ഡോക്ടേഴ്സിന് മുമ്പ് ഇന്ന് കരയും, ഡോക്ടറെ എന്ത് ചെയ്യും ഡോക്ടറെ, എൻ്റെ പ്രിയപ്പെട്ടയാൾ ആകെ വലിയ രോഗിയായിരിക്കുന്നു, കൈവിട്ടു പോവുക. ഡോക്ടേഴ്സ് പോലും പറയാറുണ്ട്, ഇനി കരയേണ്ടത് ഞങ്ങളുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ കരയും. ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതിയുണ്ട്. ദൈവം അറിയാതെ യാതൊന്നും ഈ ഭൂമിയിൽ സംഭവിക്കാറില്ല. കർത്താവിന് എന്തോ ശ്രേഷ്ഠമായ പ്ലാനും പദ്ധതിയുണ്ട്. ആ പറഞ്ഞു കൊടുക്കുക. സങ്കീർത്തനം, യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം പറയുന്ന പോലെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. വീണ്ടും സങ്കീർത്തനം 34-ന്റെ 9-10 വചനം, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. എന്തൊരു വചനം അത്! കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല, യാതൊരു പ്രശ്നം ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവർ ജീവിതത്തിൽ ഉണ്ടാകും. അതുറപ്പാ, 100% ഉറപ്പാ. റമലേഖനത്തിൻ്റെ 5:5 വചനം പറയുന്ന പോലെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കർത്താവ് നമ്മുടെ പ്രത്യാശയാണ്. ഇന്നേ ദിവസം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർന്ന മക്കൾ, രോഗികളായ മക്കൾ, പാപബലഹീനതകൾ കഴിയുന്ന മക്കൾ, അവർ കരയണം. ഇതിൻ്റെ ബന്ധനം അഴിയാൻ നാടുനീളെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, വ്യക്തിവിഗ്രഹങ്ങളുടെ പിന്നാലെ ഓടിട്ട് ഒരു കാര്യമില്ല. ഓടേണ്ടത് ദൈവസന്നിധിയിലേക്ക്, ദേവാലയത്തിലേക്ക് ചെല്ലുക, ദേവാലയ ബന്ധിതമായ ജീവൻ നയിക്കുക, അവിടെ പോയിരുന്ന് കരയുക, വാവിട്ട് കരയുക. പരിശുദ്ധ കുർബാന കഴിയുമ്പോൾ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ആ ദേവാലയത്തിലിരുന്നിട്ട് കുറേ നേരം ഒന്ന് കരയുക. കാരണം മനുഷ്യൻ കണ്ണുനീരൊടുക്കേണ്ട ദൈവസന്നിധിയിലാണ്. അതിനെന്തൊരു പദ്ധതിയുണ്ട്. ആ കണ്ണുനീരിന് അർത്ഥമുള്ള കണ്ണുനീരായിട്ട് മാറും. അല്ലെങ്കിൽ നിൻ്റെ കണ്ണുനീര് അത്ര വലിയ കണ്ണുനീരായാലും ശരി, അർത്ഥമില്ലാത്ത കണ്ണുനീര്, മനുഷ്യൻ്റെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണുനീരൊന്നും അർത്ഥമുള്ള കണ്ണുനീരല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കാൻ പഠിക്കണം. അങ്ങനെയാണ് ഈ തലമുറയിൽ ബന്ധനങ്ങളിൽ നിന്ന്, സാത്താൻ്റെ പിടിയിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, അപകളിൽ നിന്ന് കരകയറിയിട്ട് നമുക്ക് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, ആഹ്ലാദിക്കാൻ പറ്റുക. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം. എന്നിട്ട് സങ്കീർത്തനം 27-ന്റെ 1-2 വചനം പറയുന്ന ആ വചനം നമ്മുടെ ഹൃദയം സൂക്ഷിക്കണം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. കാരണം എന്താണ്? ഹൃദയം ഭയമറിയാത്തതിൻ്റെ കാരണം എന്താ? ഹൃദയത്തിൽ നല്ല ബോധ്യമുണ്ട്. ഞാൻ ആശ്രയിക്കുന്ന ആരെയാ? ദൈവത്തെയാ. ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ചില ആൾ ധ്യാനത്തിൽ കൂടുമ്പോൾ അവർ വലിയ സന്തോഷത്തോടെ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ധ്യാനിക്കുന്നത് കാണാൻ പറ്റും, സ്തുതിക്കുന്നത് കാണാൻ പറ്റും, ഡാൻസ് കളിക്കുന്നത് കാണാൻ പറ്റും. എന്തൊരു ആനന്ദം, എന്തൊരു നമ്മൾക്ക് ഇവർക്കൊരു പ്രശ്നമില്ലല്ലോ. അതിനുശേഷം ഇവർ വന്ന് ജീവിതം പങ്കുവയ്ക്കുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള ആളുകളാണ്, വലിയ വേദനയുടെ, വലിയ ദുരിതങ്ങളുടെ, വലിയ പ്രതിസന്ധികളുടെ നടുവിൽ പോകുന്ന കുടുംബമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്? മറ്റൊന്നുമല്ല, പ്രത്യാശ. ദൈവം ഇടപെടും, ദൈവം ഇടപെടുമെന്നുള്ള ഉറച്ച വിശ്വാസം ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അവർ ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, ഭയമില്ല. അവർ കണ്ണുനീരൊടുക്കും ദൈവസന്നിധിയിൽ, സ്തുതിക്കും ദൈവസന്നിധിയിൽ. അവരുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ. നമുക്ക് കണ്ണുനീരൊടുക്കാം, നിലവിളിക്കാം. നമുക്ക് കണ്ണുനീര് കർത്താവിൻ്റെ കൈകളിലിട്ട് ഒടുക്കാം. മനുഷ്യരുടെ മുമ്പിൽ ഒടുക്കാതിരിക്കുക.
നമുക്ക് ദൈവസന്നിധിയിൽ ഒഴുക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ കരം, നമുക്ക് അത്ഭുതകരം നമുക്ക് കാണാൻ പറ്റും. അത് കഥയല്ല, അത് ഫാൻറ്റസി അല്ല, ഹലൂസിനേഷൻ അല്ല, തോന്നലല്ല. We can experience the living presence of Jesus Christ in every moments of our life. എപ്പോഴും അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന സമയത്ത് നമുക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. കരുണയായിരിക്കണമേ, അഭിഷേകം ചെയ്യണം കർത്താവേ. എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ, കെട്ടഴിയട്ടെ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നിലവിളി കേൾക്കുന്ന ദൈവമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ ദൈവമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, മക്കളെ ഓരോരുത്തരും ഈശോയെ നിന്റെ കാര്യങ്ങൾ തരുന്നു. വേദനിക്കുന്ന മക്കൾ, ദുരിതം അനുഭവിക്കുന്ന മക്കൾ, പാപ അന്ധകാരത്തിൽ കഴിയുന്ന മക്കൾ, ഒത്തിരി പേരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഒത്തിരി വിഷമങ്ങൾ കഴിയുന്ന മക്കൾ, എല്ലാവരും കർത്താവേ നിന്റെ കാര്യങ്ങൾ തരുന്നു. കർത്താവ് എല്ലാ രോഗികളും തരുന്നു. ഈശോ തുടരണമേ. യേശുവിനെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ എല്ലാ മക്കളുടെയും ഭവനങ്ങൾ വിട്ടുപോകട്ടെ. വലിയ അടയാളങ്ങൾ ഉണ്ടാകട്ടെ, വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. നിലവിളി കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനയുടെയും ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുന്ന സമയത്ത് ഇതാ ഞങ്ങൾ അങ്ങ് വിളിക്കും ദൈവമേ. ഞങ്ങൾ ദയ തോന്നണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ, അടയാളം പ്രവർത്തിക്കണമേ. ഈശോയെ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ഈ നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിക്കും ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്നവനാണ് അവിടുന്ന്. അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ദിവ്യകാരുണ്യത്തിൽ ജീവനോട് വസിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങ് വിശ്വസിച്ച് ഏറ്റു പറയുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ കൃപ വർഷിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. ഈ മക്കളുടെ കരുണയായിരിക്കണമേ. ഇവർ യാചിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം കൊടുക്കണമേ. കർത്താവെ, ഇവരെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവെ, ഇവരെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ വെളിപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ കരം നീട്ടി ഇവരെ തൊടണമേ. ഓരോ മകനെയും മകളെ തൊട്ട് അനുഗ്രഹിച്ച് അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കണമേ. നാളിതുവരെ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മനസ്സോറും ഞങ്ങൾ മാപ്പി ഒതുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ മാറ്റിക്കൊള്ളാം, തിരുത്തിക്കൊള്ളാം, അങ്ങയുടെ വചനാധിഷ്ഠിതമാക്കിക്കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്ന കർത്താവേ. ഈ സമയത്ത് അങ്ങയുടെ അത്ഭുതകരം നീട്ടണം കർത്താവേ, അത്ഭുതകരം നീട്ടണം കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളെ പിടിച്ചു നിർത്തണമേ. കർത്താവേ, അങ്ങയുടെ പരിപാലനം ഞങ്ങളുടെ മേലുണ്ടാകണമേ. കർത്താവേ, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ തിരു രക്തം ഞങ്ങളെ തളിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. ഈ സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങളുടെ ബന്ധനം അഴിക്കട്ടെ. വലിയ വിടുതൽ സംഭവിക്കട്ടെ. വലിയ രോഗശാന്തികൾ സംഭവിക്കട്ടെ. കർത്താവേ, നിന്റെ സ്നേഹം, നിന്റെ കാരുണ്യം, നിന്റെ ദയ ധാരാളമായിട്ട് വർഷിക്കണമേ. കർത്താവേ, ഈ സമയത്ത് ഈ മക്കളെല്ലാം ആശീർവദിക്കണമേ. കർത്താവേ, ഇവരെ ആശീർവദിക്കണമേ. കർത്താവേ, ഇവരെ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന്റെ കരം നീട്ടി ഇവരെ അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, ആരാധന, ആരാധന,